ഒരു പ്രധാനപ്പെട്ട വാർത്ത, അങ്ങേറ്റ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു. തലസ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരം മംഗലപുരത്ത് വയോധികയെ വാക്കത്തി കാട്ടി ബലാത്സംഗം ചെയ്തു. ഒറ്റയ്ക്ക് താമസിക്കുന്ന 65-കാരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയായിരുന്നു ആക്രമണം. പ്രതിയെപ്പറ്റി സൂചന ലഭിച്ചതായി മംഗലപുരം പോലീസ് പറയുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത്. റിനു, എന്താണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം? എപ്പോഴാണ് ഈ സംഭവം? സുഹേല, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു മംഗലാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 65-കാരിയായിട്ടുള്ള വയോധികയ്ക്ക് ഈ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. പ്രതി വെട്ടുകത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. ആദ്യം ആക്രമിച്ചു എന്നുള്ളൊരു പരാതി ലഭിക്കുന്നു. തുടർന്ന് പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തുന്നു. വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ വയോധിക ബലാത്സംഗത്തിനിരയാകി എന്നുള്ളത് പോലീസിന് മനസ്സിലാകുന്നത്. എന്തായാലും പ്രതിയെപ്പറ്റി പോലീസിന് സൂചന ലഭിച്ചു എന്നുള്ളതാണ് മംഗലപുരം പോലീസ് അറിയിച്ചിട്ടുള്ളത്. പ്രതി ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ള വിവരവും മംഗലപുരം പോലീസ് പറയുന്നുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവം. തുടർന്നാണ് പോലീസിനെ ഈ വയോധിക വിവരം അറിയിക്കുന്നത്. ഒറ്റയ്ക്ക് ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് അറിയിക്കുന്നത്. ഈ പറയുന്ന വയോധികയുടെ വീടിന് സമീപത്തുനിന്നും ആരും താമസമുണ്ടായിരുന്നില്ല. ഏതാണ്ട് എപ്പോഴാണ് ഈ സംഭവം എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ? ഇന്നലെയാണ് പരാതി ലഭിക്കുന്നത്. ഇത്തരത്തിൽ ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ഇന്നാണോ ചുമത്തുന്നത്? സുഹൈല, ഇന്നാണ് പോലീസിന് പരാതി ലഭിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഒറ്റയ്ക്കാണ് ഈ വയോധിക താമസിക്കുന്നത്. സമീപവാസികളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഈ വീട്ടിനകത്തേക്ക് പെട്ടെന്നൊരാൾ അതിക്രമിച്ച് കടക്കുകയും കഴുത്തിൽ ഈ വാക്കത്തി വെക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിലവിളിക്കാൻ വേണ്ടി അവർക്ക് കഴിയില്ല. അതിനുശേഷം ഇവർ നിലവിളിച്ചു. നാട്ടുകാർ എത്തി ഇവരെ ആശുപത്രിയിലൊക്കെ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ പോലീസിന് പരാതി ലഭിക്കുന്നത് ഇന്നാണ്. തുടർന്നാണ് പോലീസ് വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്നത്. മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് ഈ ബലാത്സംഗത്തിനിരയായി എന്നുള്ള വിവരം അടക്കം ഈ പോലീസുകാരോട് ഈ വയോധിക പറയുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.